ഡീലാരോപണങ്ങളിൽ വട്ടം തിരിഞ്ഞ നമ്മുടെ രാഷ്ട്രീയ പോർമുഖത്ത് പുതിയ പുതിയ വിഷയങ്ങൾ ചർച്ചയാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ടോ? ഇതൊരു സുപ്രധാന ചോദ്യമാണ്. ഇന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തി. CPIM-നെ രക്ഷിക്കാൻ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറക്കുന്നു എന്നായിരുന്നു അടൂരിലെ UDF പ്രചാരണ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. പത്തനംതിട്ടയിലെ പ്രചാരണ വേദികളിൽ പോറ്റിപ്പാരടി ഗാനം പാടിയാണ് രാഹുൽ ഗാന്ധി ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇന്ന് ഉന്നയിച്ചത്. Now I have a question for you. Swarnam Katatu Arappa. Swarnam Katatu Arappa. So it's very interesting because from this line you can understand the truth of the election in Kerala. On the LDF side, they literally stole the gold from Ayyappa's temple and replaced it with brass. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ വിടില്ലെന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വിശദീകരണം. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഈ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക് കൂടി. ശബരിമലനെ കുറിച്ച് മിണ്ടണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടല്ലോ. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ആവശ്യമില്ല. എല്ലാ ദിവസം അതേ ഇഷ്യൂവിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ജനങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അതിനകത്ത് നിങ്ങൾക്കൊരു പേടിയുണ്ടോ? ഇത് നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് ഇത് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കോൺഗ്രസ്സുകാർ നേട്ടം ഉണ്ടാക്കും എന്നൊരു ധാരണ എന്തെങ്കിലും ഉണ്ടോ? ശബരിമല ഒരു ഇഷ്യൂ ആണ്. ശബരിമലയെ കുറിച്ച് കൊച്ചിയിൽ നരേന്ദ്രമോദിജി വന്നപ്പോ എന്ത് പറഞ്ഞു? ആരാണെങ്കിലും ഈ കൊള്ളക്കാര് ചെയ്ത് ഈ തെറ്റ് ഞങ്ങൾ വിടില്ല, അത് മോദിന്റെ ഗ്യാരണ്ടി ആണെന്ന് കൊച്ചി ഒരു 2 ആഴ്ച മുമ്പേ പറഞ്ഞില്ലേ? അപ്പോ അത് ശബരിമലയല്ലേ? നമ്മൾ ആദ്യം പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗമൊക്കെ കേട്ട നമ്മുടെ പ്രതിനിധി ഷിജോ കുര്യനിലേക്കാണ്. ഷിജോ, ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ പല ഘട്ടങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരേ ഒരു വിഷയം ഡീൽ 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 എന്നായിരുന്നു. ആ വിഷയത്തിൽ നിന്നൊരു ഫോക്കസ് ഷിഫ്റ്റിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. ഡീൽ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് തന്നെ ആ ഫോക്കസ് ഷിഫ്റ്റിന് ഊന്നൽ നൽകുന്നു. രാഹുൽ ഗാന്ധി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് BJPയുടെ ബോധപൂർവമായ മൗനത്തെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞത്? ഈ വിഷയത്തെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് സമീപിക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് രാഹുൽ ഗാന്ധി നൽകിയത്. ഷിജോ, സുഹൈലെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം സർക്കാരിനെതിരെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും വലിയ തരത്തിൽ ആയുധമാക്കിയതാണ്. ഒരു തരത്തിലും സഭാ സമ്മേളനം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം കാണിച്ച പ്രതിഷേധമൊക്കെ കേരള പൊതുസമൂഹം മൊത്തത്തിൽ കണ്ടിട്ടുണ്ട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ഇവരെയൊക്കെ ചോദ്യം ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ വലിയ തരത്തിലായിരുന്നു അക്കാലത്ത് UDF-ന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പ്രതിഷേധം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ UDF സംസ്ഥാന സർക്കാരിനെതിരെ LDF-നെതിരെ വലിയ തരത്തിൽ പ്രധാനായുധമാക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ രീതിയിൽ സർക്കാരിനെതിരെ ആയുധമാക്കിയാൽ അത് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. വിശ്വാസ സംരക്ഷണത്തിനൊപ്പം UDF എക്കാലത്തും മതനിരപേക്ഷതയ്ക്കൊപ്പം നിലനിൽക്കുന്ന പ്രസ്ഥാനം UDF ആണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മതനിരപേക്ഷതയ്ക്കൊപ്പമാണ് എന്ന് LDF-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറയുമ്പോഴും അവരതിനകത്ത് ഏതൊക്കെയോ രീതിയിൽ കപടതയുടെ മുഖം കൂടി അതിനകത്ത് ഒട്ടിക്കുന്നുണ്ട് എന്നുള്ള വിമർശനമാണ് UDF LDF-ന്റെ ഉയർത്തുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കേരളത്തിലെ സന്ദർശനം, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും കോട്ടയത്തും ഏതാണ്ട് 3-ലധികം പരിപാടികൾ 2 ജില്ലകളിലായിട്ട് രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. ഇവിടെ എല്ലാ വേദികളിലും, പ്രത്യേകിച്ച് അടൂരിലായിരുന്നു ആദ്യത്തെ പരിപാടി, രണ്ടാമത്തേത് ആറന്മുള നിയോജക മണ്ഡലം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ടൗണിലും. ഈ രണ്ടിടത്തും രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ചത് ശബരിമല വിഷയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അതായത് ആറന്മുള നിയോജക മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തുടങ്ങുന്നത് സ്വർണ്ണം കട്ടവൻ ആരപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ആ പാരഡി ഗാനത്തിന്റെ ആദ്യ 2 വരി പാടിക്കൊണ്ട് രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എന്തുകൊണ്ട് BJP ഒരു പ്രചരണായുധമാക്കുന്നില്ല? BJP എന്തുകൊണ്ട് കോന്നിയിലടക്കം, അല്ലെങ്കിൽ ഈ പറയുന്ന റാന്നി ശബരിമല സ്ഥിതി ചെയ്യുന്ന നിയോജക മണ്ഡലമാണ്, അവിടെ എന്തുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല, ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തു? അവിടെ എന്തുകൊണ്ട് ശബരിമല വിഷയം പോലും ഒരു ചർച്ച ചെയ്യാതെ NDA സഖ്യം മാറി നിൽക്കുന്നു? അവിടെയാണ് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ഡീലുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് UDF ആരോപിക്കുന്നത്, രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഈ വരുന്ന ദിവസങ്ങളിൽ അങ്ങോട്ട് ഇനിയുള്ള 10 നാൾ ഇതുവരെ കാണാത്ത തരത്തിൽ
തരത്തിൽ വലിയ വിവാദ വിഷയമാക്കി സംസ്ഥാന സർക്കാരിനെതിരെ UDF കൊണ്ടുപോകും. അതിന്റെ ഒരു സൂചന കൂടി നൽകുന്നതാണ് വിവിധയിടങ്ങളിൽ കോൺഗ്രസിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം. ഇതിനകത്ത് ഒരു തരത്തിലും ഒരു വിശ്വാസികൾക്കൊപ്പം നിൽക്കാതെ ഒരു സമീപനം UDF സ്വീകരിക്കില്ല. എക്കാലവും UDF വിശ്വാസികൾക്കൊപ്പമാണ്. ലോകത്ത് നിന്ന് വിവിധ തരത്തിലുള്ള ആളുകൾ വരുന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അവിടെ ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം കക്കാൻ സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നു, CPM കൂട്ടുനിന്നു. സർക്കാരിലെ ഉന്നതരായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ MLAയും CPM മുതിർന്ന നേതാവുമായിട്ടുള്ള പത്മകുമാർ അടക്കമുള്ള ആളുകൾ അതിന് കൂട്ടുനിന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കുണ്ട്, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി PN വാസവന് പങ്കുണ്ട്. അത്തരം ആരോപണങ്ങളൊക്കെ UDF ഇപ്പോഴും ഉയർത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള തെരഞ്ഞെടുപ്പ് നാളുകളിലും ഈ വിഷയം കൂടുതൽ ശക്തിയുതം ഉന്നയിക്കാൻ തന്നെയാണ് UDFിന്റെ തീരുമാനം. അതിന് ഒരു തിരികൊളുത്തുകയാണ് രാഹുൽ ഗാന്ധി ഇന്ന് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വന്ന് പ്രസംഗിക്കുകയും ചെയ്തത്. സോയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.